ഹായ് ഹലോ. അപ്പം 2-3 ദിവസമായി ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ട്. അത് ലോങ് വീഡിയോ ആയിട്ട് പിടിച്ചതല്ല, ഷോർട്ട് വീഡിയോയ്ക്ക് വേണ്ടി പിടിച്ചത് ഞാൻ ലോങ് ആക്കിയതാണ് കേട്ടോ. അപ്പം ഇന്നും ഇന്നലെ ഒന്നും എനിക്ക് നേരാവണ്ണം വീഡിയോ ഒന്നും പിടിക്കാൻ പറ്റിയിട്ടില്ല. ഇന്നും ഇന്നലെ എന്നല്ല, 2-3-4 ദിവസമായിട്ട് എല്ലാം ഒരു ഓർഡർ തെറ്റിയ പോലെയാണ് കേട്ടോ രാവിലത്തെ കാര്യങ്ങളെല്ലാം. പിന്നെയെന്ന് പറഞ്ഞാൽ മഴ പ്രശ്നം വരുന്നു, കറണ്ടില്ലായ്മ പ്രശ്നം വരുന്നു, ചാർജില്ലായ്മ പ്രശ്നം വരുന്നു, അങ്ങനെയൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ആണ്. നേരെ അടുക്കളയിലോട്ട് വന്നോളൂ കേട്ടോ എല്ലാവരും രാവിലെ തന്നെ. അപ്പോൾ അതിരാവിലെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു, കുറച്ച് നേരം പുസ്തകമൊക്കെ നോക്കിയിരുന്നു. ആ ഒരു മോർണിംഗ് സെക്ഷൻ ഞാൻ ഒഴിവാക്കിയതാണ് കേട്ടോ. അത് പിന്നെ വേണ്ടല്ലോ, കിച്ചണിലേക്ക് കയറുന്നിടം തൊട്ടേ ഞാൻ പിടിച്ചിട്ടുള്ളൂ. അപ്പം രാവിലെ ഒരു 4 മണിക്ക് അലാറം വെക്കും, 4 മണിക്ക് എഴുന്നേൽക്കും. ചില ദിവസം 4 മണിക്ക്, ചില ദിവസം 4:30 പോകും. അപ്പം അത് കഴിഞ്ഞിട്ട് കിച്ചണിലേക്ക് എന്തായാലും കയറുമ്പോൾ 6 മണിയാവും, അല്ലെങ്കിൽ 5:45 കഴിഞ്ഞ് 6 മണിയാകുമ്പോഴത്തേക്ക് കിച്ചണിൽ കയറുള്ളൂ കേട്ടോ. അപ്പോൾ നേരെ വന്നപ്പോൾ അരി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഉണ്ടല്ലോ, അന്ന് ഞാൻ അരി അരച്ച് വെച്ചെങ്കിലും ചോറുണ്ടായിരുന്നില്ല കേട്ടോ അപ്പത്തിന് കൂട്ടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് അപ്പം വേണ്ട രീതിയിലൊരു ഉഷാറായില്ല. എന്നാലും വേണ്ടിയില്ല, അരി അരച്ച് വെച്ചാൽ ഭയങ്കര സുഖം തന്നെയാണ് കേട്ടോ. രാവിലെ ജോലിക്ക് പോരുന്ന എല്ലാവർക്കും നമ്മൾ തലേന്ന് രാത്രി അരി അരച്ച് വെച്ച ഏറ്റവും സുഖമുള്ള കാര്യമാണ്. പക്ഷെ ഒരു ഇതുണ്ട് കേട്ടോ, തലേന്ന് വൈകുന്നേരം നമ്മൾ ഈ ജോലി കഴിഞ്ഞ് വന്നിട്ട് വീട്ടിലെ പണികളെല്ലാം കഴിഞ്ഞ് ഭക്ഷണം കഴിക്കലും കഴുകലും പെറുക്കലും എല്ലാം കഴിഞ്ഞിട്ട് അരി അരച്ച് വെക്കുക എന്ന് പറയുന്നത്, ദൈവമേ, ആ സമയത്ത് അപ്പോൾ ഒരു മടി വരും കേട്ടോ. എൻ്റെ കാര്യമാണ് ഞാൻ പറയണത്. എനിക്ക് ചിലപ്പോൾ ആ സമയത്തൊരു മടി വരും. ആ മടി വന്നാൽ ഞാൻ വിചാരിക്കും അത് അവിടെ കിടക്കട്ടെ. അപ്പോൾ പിന്നെ എന്താവും, അത് അവിടെ കിടക്കും കേട്ടോ. പിന്നെ രാവിലെ ബുദ്ധിമുട്ടാവും. അങ്ങനെ പറഞ്ഞു പോയി ശരിയാവും. ഇതിപ്പോൾ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്, മാങ്ങ കാണിക്കുന്നുണ്ട്, എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. അപ്പം തലേദിവസം മാങ്ങയും നല്ല ഉണക്കച്ചെമ്മീനും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നല്ല നല്ല അടിപൊളി ഉണക്കച്ചെമ്മീനായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചു മാങ്ങ ഇട്ടിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എൻ്റെ മക്കളെ, സത്യം പറഞ്ഞാൽ ഈ ചെമ്മീൻ്റെ മണം എനിക്ക് അത്ര ഇഷ്ടമൊന്നുമില്ല കേട്ടോ. ചെമ്മീൻ മണത്ത് കഴിഞ്ഞാൽ ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. അങ്ങനെ മണം അങ്ങനെയാണെങ്കിലും സംഭവം രുചി അടിപൊളിയാണ് കേട്ടോ. നല്ല റേഷനരീൻ്റെ ചോറിൽ ഈ ചെമ്മീൻ കറി വെച്ച് മാങ്ങയൊക്കെ ഇട്ട് കറി വെച്ചത് അങ്ങോട്ട് ഒഴിച്ചിട്ട് കൂട്ടിയിട്ട് അങ്ങോട്ട് തിന്നണം. എൻ്റെ പൊന്നു മക്കളെ, ഒരു പറ ചോറ് തിന്നും കേട്ടോ. അന്ന് വെച്ച ചോറും തീരും, അന്ന് വെച്ച കറിയും തീരും. അപ്പം അങ്ങനെ ചെമ്മീന് വലിയ കേടൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് അങ്ങനെ കേടുഭാഗങ്ങളൊക്കെ ഉള്ളതൊക്കെ എടുത്ത് കളഞ്ഞു, നല്ലപോലെ കഴുകി വെച്ചു. എന്നിട്ട് പിന്നെ മാങ്ങ ഇതാ തൊലി എത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, രാവിലെ അപ്പം ചൂടുന്ന കാര്യം അല്ലേ. അങ്ങനെ അരി അരച്ച് വെച്ചിട്ടില്ലെങ്കിൽ രാവിലത്തെ കാര്യം പോക്കാണ്. അരച്ച് വെക്കാൻ പോകുമ്പോൾ മടിയൊക്കെ ഉണ്ടാവും. എങ്ങനെയായാലും അരച്ച് വെച്ചാൽ ഓക്കെയാണ് കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ അപ്പം ചുട്ടു. പിന്നെയെന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസമായി എനിക്ക് മര്യാദയ്ക്ക് അടുപ്പ് കത്തിക്കാൻ കഴിയില്ല. അടുപ്പ് കത്തുന്നില്ല എന്നുള്ളതാണ് കേട്ടോ. ഒന്നാമത് ചൂട്ട് നനഞ്ഞു, ചൂട്ടില്ല, കാര്യമായിട്ട് വെട്ടി വെച്ചെല്ലാം തീർന്നു. പിന്നെ വിറകിന് പോകാനും പറ്റിയില്ല. സത്യം പറഞ്ഞാൽ ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ് രാവിലെ അടുപ്പ് തീ കൂട്ടി അങ്ങ് തുടങ്ങുക എന്ന് പറയണത്. പക്ഷെ ഇപ്പം നടക്കുന്നില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ എന്ത് ചെയ്തു, കുക്കറിലിട്ടു. പിന്നെ ഈ ദിവസങ്ങളിൽ ഈ വീഡിയോ പിടിച്ച ദിവസം ഉണ്ടല്ലോ, മോനും സ്വാതിക്കുട്ടനൊക്കെ തറവാട്ടിലാണ് കേട്ടോ. ഞാനും കുടുവും അച്ഛയും മാത്രമേ ഉള്ളൂ. ഞങ്ങൾ 4 ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ കുടുവിന് അപ്പം ഞാനിങ്ങനെ ചെമ്മീൻ കറി വെച്ചതെന്ന് വെച്ചാൽ, ഉണക്ക ചെമ്മീൻ നല്ലപോലെ കഴുകി വാരിച്ചു. അതിനകത്തേക്ക് നല്ല മാങ്ങ നല്ലപോലെ തൊലിയെത്തിയിട്ടു, മഞ്ഞൾപ്പൊടി, ലേശം മുളക് പൊടി, 2 പച്ചമുളകും കീറിയിട്ടു കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ അടുപ്പത്ത് വെച്ചു കേട്ടോ. അപ്പോഴത്തേക്കും ചോറ് വന്നിട്ടുണ്ടായിരുന്നു. ചോറ് രാവിലെ എന്തായാലും ജോലിക്ക് പോകണമല്ലോ, അപ്പം നമുക്ക് ചോറും സംഭവങ്ങളൊക്കെ ആവണ്ടേ. പിന്നെ പിള്ളേരില്ലാത്തതുകൊണ്ട് എല്ലാം നമ്മൾ തന്നെ വേണം. മക്കളുണ്ടെങ്കിൽ അവരെല്ലാത്തിനും കൂടെ ഉണ്ട് കേട്ടോ. എല്ലാവരും ഇപ്പം ഇനിയിപ്പം പിന്നീടത്തെ കാര്യം എനിക്കറിയില്ല കേട്ടോ. നമുക്ക് ഭാവി പ്രവചിക്കാനൊന്നും കഴിയില്ലല്ലോ. ഇപ്പോൾ ഒരു കൂടെയുണ്ട്. പരമാവധി കുറേയൊക്കെ ഒച്ചയിടേണ്ടി വരും കേട്ടോ. കുറേ ആദ്യകൂട്ടനൊക്കെ എന്ന് പറഞ്ഞാൽ പ്രായം അതല്ലേ, അപ്പോൾ കുറച്ച് വില്ലത്തരമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാവരും പറയേണ്ടതൊക്കെ പറയേണ്ടി വരും. എന്നാലും അവർ കൂടെ ഉണ്ട് കേട്ടോ എല്ലാത്തിനും. അപ്പോൾ അങ്ങനെ തേങ്ങ നോക്കുമ്പം കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വേഗം പോയി ഒരു തേങ്ങയും കൂടെ പൊളിച്ചു. പിന്നെ ഇതൊന്നും പുറത്ത് പോയി നമുക്ക് പുറത്തുള്ള കാര്യങ്ങൾ പിടിക്കാൻ നിവർത്തിയില്ല കേട്ടോ, മഴയുള്ള സമയമായതുകൊണ്ട്. അങ്ങനെ തേങ്ങ പൊളിച്ചിട്ട് തേങ്ങയിൽ ഞാൻ വേറെ ഒന്നും കൂട്ടിയിട്ടില്ല, ചെറിയ ഉള്ളിയും കൂട്ടി അരച്ചു കേട്ടോ. ഇത് ഇവിടെ നിന്ന് നന്നാക്കി അതേപോലെ ഇടുകയല്ല കേട്ടോ ചെയ്ത്, പുറത്ത് കൊണ്ടുപോയി കഴുകി നോക്കേണ്ടതൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്താണ്. ഇല്ലെങ്കിൽ ടൈം ഇനിയും കൂടി വരും കേട്ടോ. ഒരുപാട് നേരം ആകുമ്പം കണ്ടിരിക്കാൻ നിങ്ങൾക്ക് മടുപ്പാണല്ലോ എന്ന് ചോദിച്ചിട്ടാണ് പലപ്പോഴും ഞാൻ സ്പീഡ് കൂട്ടിയിട്ടതൊക്കെ കേട്ടോ. അപ്പോൾ എന്നോട് എൻ്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞു, സ്പീഡ് കൂട്ടിയിടല്ലേ, ബോറാണെന്ന്. അപ്പോൾ പിന്നെ ഞാൻ ഓർത്ത്, ഈശ്വരാ, ഇവർ ക്ഷമയോടുകൂടി കാണുന്നുണ്ടെങ്കിൽ എന്നാൽ പിന്നെ സ്പീഡ് കൂട്ടണ്ട എന്ന് വിചാരിച്ചാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെമ്മീൻ മാങ്ങയൊക്കെ ഇട്ടതാ തേങ്ങ അരച്ച് കറി അടിപൊളിയായിട്ട് അടുപ്പത്തായിട്ട്. പക്ഷേ എനിക്ക് സത്യം പറയല്ലോ, എനിക്ക് ഇഷ്ടമായി കേട്ടോ. ഞാൻ നല്ലപോലെ കൂട്ടി ചോറുണ്ട് കേട്ടോ. അന്ന് എനിക്കിപ്പോഴും അതിൻ്റെ രുചി ഓർമ്മയുണ്ട്. ഇന്നും എനിക്ക് ചെമ്മീൻ്റെ കറി ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇന്നലെ രാത്രി ചെമ്മീൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൂട്ട് കുറച്ച് കൊണ്ടുവന്നു. പിന്നെ ഇന്ന് എന്തായിരുന്നു,
പിന്നെ ഇന്ന് ഉള്ളി വാട്ടിയതുമായിരുന്നു കേട്ടോ ചോറിന്. അപ്പം ചെമ്മീൻ തേങ്ങരച്ച് കറി വെച്ചതും കൂടാതെ ഞാൻ എന്ത് ചെയ്തു, ഒരു 4 മുളകെടുത്തിട്ട് മുളകെടുത്ത് കീറിയിട്ട് ഒന്ന് മുറിച്ച് ഓട്ടയാക്കിയിട്ടതാണ് കേട്ടോ, ഉപ്പും ഇതൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാൻ അതിനകത്ത് ലേശം ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ എന്തായിരുന്നു, മുളകിനകത്തേക്ക് പിന്നെയും ലേശം മുളക് പൊടിയും കൂടി ഇട്ടു കേട്ടോ. ഈ പച്ചമുളകിന് വലിയ അങ്ങാടി മുളകല്ലേ, വലിയ എരിവൊന്നുമില്ല കേട്ടോ. അപ്പോൾ ലേശം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ ഇട്ടിട്ട് ഞാൻ അവിടെ എന്ത് ചെയ്തു, മസാല പുരട്ടി വെച്ചു കേട്ടോ. അപ്പം ഇതിനകത്ത് വേറൊരു സാധനം കൂടി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങളോട് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ എന്നെ കളിയാക്കും. ഞാൻ നോക്കുമ്പോൾ ആട്ടപ്പൊടി കണ്ടു. അപ്പം ഞാൻ ലേശം ഒരു നുള്ള ആട്ടപ്പൊടി വെറുതെ അതിനകത്ത് വാരിയിട്ടാണ് കേട്ടോ. വിചാരിച്ചത്ര രുചിയൊന്നും ഉണ്ടായിരുന്നില്ലേ, ഉള്ള കാര്യം പറയാലോ. ചെറിയൊരു കയ്പും, അങ്ങാടി മുളകല്ലേ, രസമുണ്ട്, ഉപ്പൊക്കെ പിടിച്ചതുകൊണ്ട് രസമുണ്ട്. പക്ഷേ ഞാൻ വിചാരിച്ച അത്ര രുചിയൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ. എന്തായാലും വേണ്ടില്ല, ചോറിന് കൂട്ടാമെന്ന് വിചാരിച്ച് കൊണ്ടുവന്നതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത ഡ്യൂട്ടിയാണ് കേട്ടോ അലക്കൽ. അയ്യോ, അലക്കാൻ ഇറങ്ങിയപ്പോഴാണ് എൻ്റെ സ്വർണ്ണം ഞാൻ ഊരി വെച്ചില്ലായിരുന്നല്ലോ എന്ന് ഓർമ്മ വന്നത് കേട്ടോ. കാരണം സോപ്പ് പൊടിക്കാതിട്ട് അത് കലക്കി കഴിഞ്ഞാൽ അതിൻ്റെ കളർ പെട്ടെന്ന് പോകും. അതുകൊണ്ട് ഇങ്ങനത്തെ റോൾഡ് ഗോൾഡൊക്കെ ഉപയോഗിക്കുന്നവർ എന്താണെങ്കിലും അലക്ക് കൂളി സമയത്തൊക്കെ ഊരി വെക്കണം കേട്ടോ. എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് എടുത്തിടുക എന്നല്ലാണ്ടേ. പക്ഷേ സത്യം പറഞ്ഞാൽ അന്ന് ഊരിയതാണേ. കൊണ്ടുവച്ചെടുത്താണ് ഇപ്പോഴും എനിക്ക് തോന്നുന്നുണ്ട് വളയിട്ട്. എന്നൊന്നും എൻ്റെ കയ്യിൽ ഞാൻ വളയിടാതെയാണ് പോകുന്നത്. ഇനിയിപ്പോൾ അതൊന്ന് അവിടെ പോയിട്ടൊന്ന് തിരയണം, അവിടെ ഉണ്ടോ ഇല്ലയോ എന്നൊന്ന് നോക്കണം. ഇതാണ് കുഴപ്പം, എവിടെയെങ്കിലും വെച്ചാൽ പിന്നെ അത് അവിടെ ഇരിക്കും കേട്ടോ. പിന്നെ അങ്ങനെ തുണികൾ ഒരുപാട് ഉണ്ടാവുമല്ലോ അലക്കാൻ. എന്തായാലും മെഷീൻ നല്ലതായിരുന്നപ്പോഴും അലക്കുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടം അലക്കുന്നത് തന്നെയാണ്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ മെഷീനുള്ള സമയത്ത് എനിക്ക് ഈ കമ്പിളി പുതപ്പൊക്കെ ഇപ്പോൾ അലക്കാനായിട്ടുണ്ട്. കമ്പിളി പുതപ്പും ബെഡ്ഷീറ്റ് പണിമുണ്ടും ഷർട്ടൊക്കെ ഇല്ലേ, നല്ലതല്ലാത്തതെല്ലാം അതിനകത്ത് ഇടാം, നല്ലതൊന്നും അതിനകത്ത് ഇട്ടാൽ കൊള്ളൂല്ല കേട്ടോ. പിന്നെ മക്കളൊക്കെ ഓടി കളിച്ച് ചളിയൊക്കെ ഉള്ള എങ്ങനെയായാലും കല്ലിൽ അലക്കിയാലേ എനിക്ക് വൃത്തി ഉണ്ടാവുള്ളൂ കേട്ടോ. വൃത്തിയാവുള്ളൂ എന്നൊരു തോന്നലാണ്. നല്ലപോലെ കല്ലിൽ അലക്കി നമ്മൾ തുണി ഒലുമ്പി എടുക്കുന്നൊരു വൃത്തി, അതങ്ങനെ തന്നെ ചെയ്താലേ വരുള്ളൂ. പക്ഷേ ആരോഗ്യം കൂടെ നോക്കണം, ശരിയാണ്. എനിക്ക് വെരിക്കോസ് വെയിൻ ഉള്ളത് കൊണ്ടൊരു ബുദ്ധിമുട്ടാണ്. നമ്മൾ തണുപ്പത്ത് ഒരുപാട് നേരം വെള്ളത്തിലൊക്കെ നിൽക്കുമ്പോൾ കാലിനും ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇത് എന്തോന്ന് പറയാനുണ്ട്, ഇതൊരു ഇഷ്ടം കൂടി ആയതുകൊണ്ട് ഞാൻ ഓക്കെയാണ് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞു. അലക്ക് കഴിഞ്ഞിട്ട് പുറകിൽ നമ്മൾ തുണി ഉണങ്ങാൻ ഇട്ടതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് എടുത്തിട്ട് വേണം തുണി ഇവിടെ ഇടുക. ഇപ്പോൾ പിന്നെ മക്കളില്ലാത്തതുകൊണ്ട് അവരെ കാര്യങ്ങളും കൂടി ചെയ്യാനില്ല. എൻ്റെയും കുടുവിൻ്റെ കാര്യം നോക്കി വേഗം ഞങ്ങൾ കഴിച്ചിട്ട് ഞങ്ങൾ പോയാൽ മതി കേട്ടോ. പിന്നെ അവരുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ വലിയ മോൻ ചെയ്തോളൂ കേട്ടോ. ഞാൻ അലക്കി കൊടുത്താൽ മതി, പിഴിയലും വിരിച്ചിടലൊക്കെ അവൻ ചെയ്തോളേ. അപ്പം ചേട്ടായി പോകാനാവുന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഞാൻ ചായയും കടിയും എല്ലാം ആക്കി വെച്ച് പോകുന്നതുകൊണ്ട് പുള്ളി എടുത്ത് കഴിച്ചോളും. നമ്മൾ കണവൻ അങ്ങനെ എടുത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ചിലപ്പോൾ എടുത്ത് കൊടുക്കാത്തതിന് പിണക്കമൊക്കെ ഉണ്ടാവും കേട്ടോ, അത് വേറെ കാര്യം. നമ്മൾ വിചാരിക്കും ഇല്ല എടുത്ത് കഴിച്ചോളൂ എന്ന് വിചാരിക്കും ചിലപ്പോൾ കേട്ടോ. ചില മൂഡിൽ എടുത്ത് കഴിച്ചാൽ കുഴപ്പമുണ്ടാവില്ല, ചില മൂഡിൽ എടുത്ത് കൊടുക്കാൻ ചെന്നില്ലെങ്കിൽ പിണങ്ങും. അപ്പോൾ നമ്മൾ പണിയിലാണല്ലോ, നമുക്ക് ഈ പോകാനുള്ള വെപ്രാളം കൊണ്ടേ വേഗം പണി തീർക്കണമല്ലോ എന്നുള്ള ഓട്ടപ്പാച്ചിലായിരിക്കേ. രാവിലെ അതിരാവിലെ പോകുന്ന ദിവസം നമ്മൾ എന്തായാലും എടുത്ത് കൊടുത്തിട്ടാണ് പോവുക. അല്ലാതെ പോകുമ്പോൾ ചിലപ്പോൾ ഞാൻ എൻ്റെ പണിയിലാണെങ്കിൽ എടുത്തിട്ട് കഴിച്ചിട്ട് പോകും. സത്യം പറഞ്ഞാൽ അങ്ങനെയൊക്കെ എടുത്തിട്ട് കഴിച്ചിട്ട് പോകണം കേട്ടോ. കാരണം നമ്മൾ അതായത് ഒരു സപ്പോർട്ടാണ്, നമുക്കൊരു ആശ്വാസമാണ്. അതെങ്കിലും നമ്മൾ പിന്നെ ഈ ചെയ്യുന്നിടത്ത് നിന്ന് കയറി ചെല്ലേണ്ടി വന്നില്ലല്ലോ എന്നുള്ളതൊരു ആശ്വാസം തന്നെയാണ് കേട്ടോ. ഇച്ചിരിയെങ്കിലും ഒരാളെ കാണിച്ചു തരാം കേട്ടോ. അവിടെ ഒരാളുണ്ട്, ക്യാമറയിലൊന്നും വരാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആളാണ്. ഇപ്പം ഞാൻ കാണാതെ പിടിച്ചത് കൊണ്ടാണ് കേട്ടോ അവിടെ നിൽക്കണത്. എന്നിട്ട് ഇറങ്ങി വന്നു കേട്ടോ. ഇറങ്ങി വന്നപ്പം പോവാൻ നേരത്ത് പോവാന്ന് പറയണ പരിപാടിയൊന്നുമില്ല, ഇറങ്ങി അങ്ങ് പോവാന്നുള്ളതാണ് കേട്ടോ നമ്മളൊരു രീതി. അപ്പം ഞാൻ പറഞ്ഞു, ചിരിക്കൂല്ല, മിണ്ടൂല്ല, നോക്കില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ. മൂപ്പരങ്ങ് ഇറങ്ങിപ്പോയി. മൂപ്പർക്ക് എന്ത്, കുടു ഇത് എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുടു വന്നപ്പോൾ എന്താണെന്ന് വെച്ചാൽ കുടുവിനെ വിളിച്ചപ്പോൾ തന്നെ കുടു എഴുന്നേറ്റ് വന്നു. പിന്നെ കുടുവിനെ പല്ല് തേപ്പിക്കലൊക്കെയാണ്. അപ്പോൾ കുടുവിനോട് ഞാൻ പറഞ്ഞു, കുടു പോയി പല്ല് തേച്ചിട്ട് വാ കുടു എന്ന് പറഞ്ഞേ. അപ്പം ഞാൻ നോക്കുമ്പോൾ കുടു എന്താ വായിൽ കൈയിട്ടുകൊണ്ട് നിൽക്കുന്നത്. എന്താ കുടുവിൻ്റെ വായിൽ എന്ന് വെച്ചപ്പോൾ കുടു അവിടെ എന്തോ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, പല്ല് തേച്ച് കഴിയുമ്പോൾ ഒക്കെ റെഡി ആയിക്കോളൂ കേട്ടോ കുടു എന്ന് പറഞ്ഞു. അങ്ങനെ കുടുവിന് വേഗം ബ്രഷ് എടുത്ത് കൊടുത്ത് കുടു പല്ല് തേക്കാൻ പോയി. അത് കഴിഞ്ഞൊരു ബാക്കിയുള്ള തുണിയും കൂടെ നമ്മൾ വീടിൻ്റെ പുറകുവശത്ത് ഇങ്ങനെ ഒരു അഴ കെട്ടി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അവിടെ വിരിച്ചിടാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള തുണി എടുത്ത് ഞാൻ പുറകിലോട്ട് പോയി. പിന്നെ പുറത്തുള്ള തുണിയൊക്കെ വിരിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള പണി എന്താണെന്ന് വെച്ചാൽ അകത്ത് ഒരു റൂമുണ്ട് കേട്ടോ, ഉപയോഗിക്കാത്ത ഒരു റൂമുണ്ട് ഇവിടെ, നമ്മൾ കിടക്കാത്ത റൂമേ. അപ്പോൾ ആ റൂമിൽ കുറച്ച് അഴ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ അഴയിലുള്ള ഉണങ്ങിയ തുണികൾ ഒക്കെ എടുത്ത് വെക്കുക. എന്നിട്ട് വെള്ളം പുറത്തുനിന്ന് വെള്ളം പോയിട്ട് ഒരുവിധം ഉണക്കായ തുണികളൊക്കെ എന്ത് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിടും. ഇപ്പം അങ്ങനെ ഒരു ഓർഡറിലാണ് കേട്ടോ പോണത്. ഒരുവിധം ഉണങ്ങിയത് അകത്തിടും, അല്ലാത്തത് പുറത്തിടും. അങ്ങനെയൊക്കെ ഒപ്പിച്ചൊരു പോക്കാണ് കേട്ടോ ഇപ്പം.
ഇതൊക്കെ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ. മഴക്കാലമായി കഴിഞ്ഞാൽ നമുക്കിതൊരു പ്രത്യേകതയൊന്നുമുള്ള കാര്യമൊന്നുമല്ല. എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഉണങ്ങിയ തുണി ഒരിടത്തിടും, നനഞ്ഞ തുണി വേറൊരിടത്തിടും. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും എല്ലാ അമ്മമാരും സ്ത്രീകളെ ഞാൻ പറയുന്നു കേട്ടോ. ഇപ്പോൾ ഇതൊന്നും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ആണുങ്ങൾക്കൊന്നും അറിഞ്ഞോളണമെന്നില്ല. പക്ഷേ എല്ലാവരും നമ്മൾ അടച്ചാക്ഷേപിക്കുന്നൊന്നുമില്ല കേട്ടോ. ചെയ്യുന്നവരുണ്ടാവാം കേട്ടോ, കൂടെ നിന്ന് ചെയ്യുന്നവരുണ്ടാവാം. പക്ഷേ ഈ വക കാര്യങ്ങളെക്കുറിച്ചൊന്നും ഓർമ്മ പോലും ഇല്ലാത്തവരും ഉണ്ടാവാം. പക്ഷേ അമ്മമാരെന്താണെങ്കിലും ഇതൊക്കെ തന്നെയാണ് നേരം വെളുത്താൽ ചെയ്യുന്ന കാര്യങ്ങൾ. അടുക്കളയിലെ പണി, അലക്ക്, പെറുക്ക്, തുണി ഉണക്കൽ, ഇത്തിരി ഞാനൊക്കെ നമ്മൾ ജോലിക്ക് പോകാതെ മക്കൾ കുഞ്ഞായിരിക്കുന്ന സമയത്ത് ജോലിക്ക് പോകാത്ത സമയം എന്ന് പറഞ്ഞാൽ ഇത്തിരി വെയിൽ കാണുമ്പോഴത്തേക്കും തുണിയെടുത്ത് പുറത്തിട്ട് ഒരു 5 മിനിറ്റ് അകത്തോട്ട് കയറുമ്പോഴത്തേക്കും മഴ പെയ്യും, എടുത്തുകൊണ്ട് വീണ്ടും ഓടും, പിന്നെയും നമ്മൾ പുറത്തിടും. ഇങ്ങനെ എന്താ പറയുക, വീട്ടിലിരിക്കുന്നവർ ഒരു മിനിറ്റ് പോലും ഇരിക്കുന്നില്ല എന്നുള്ളതാണ് കേട്ടോ സത്യം. ജോലിക്ക് പോകുന്നവർ സത്യം പറഞ്ഞാലുണ്ടല്ലോ, രാവിലെ എഴുന്നേറ്റ് ആ പിടപ്പും പണിയും തീർന്നാൽ കഴിഞ്ഞു. പിന്നെ നമ്മൾ ജോലിക്ക് ചെല്ലുന്നിടത്തുള്ള റെസ്റ്റും കാര്യങ്ങളെങ്കിലും ഉണ്ടാവും. വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ അതുപോലും ഉണ്ടാവില്ല കേട്ടോ. രാവിലെ തൊട്ട് രാത്രി വരെ പണിയെടുത്താലും തീരുമില്ല, ഒന്നും കാണാനും ഉണ്ടാവില്ല, ചെയ്തതൊന്നും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല ബാലൻസ് എന്നുള്ളതാണ്. മറ്റേത് നമുക്ക് എന്തെങ്കിലും ഒരു ആശ്വാസമെങ്കിലും ഉണ്ടാകും. നമ്മൾ പോണോടത്തെങ്കിലും നമ്മൾ കുറച്ച് കൂട്ടുകാരും നമ്മളെ കുറച്ച് പ്രിയപ്പെട്ടവരും നമ്മളെ കുറച്ച് സൗഹൃദങ്ങളും പിന്നെ നമ്മുടേതായ കുറച്ച് സമയവും കാര്യങ്ങളും എല്ലാം കൂടി വരുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ജോലിക്ക് പോകണതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് അത് കുടുവിന് ഭയങ്കര വഴക്കായിരുന്നു കേട്ടോ. കുടു രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് കുടുവിന് കുളിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു, പല്ല് തേക്കാനൊന്നും വരുന്നുണ്ടായിരുന്നില്ല. കുടു എന്നെ ഇട്ടിട്ട് നല്ല പിടുത്തം പിടിച്ചു കേട്ടോ. അപ്പം ലാസ്റ്റ് ഞാൻ ഒച്ചയിട്ടപ്പോഴാണ് കേട്ടോ ഞാനൊന്ന് ദേഷ്യം പിടിച്ചേ. അപ്പോൾ കുടു എന്ത് ചെയ്തു, പിടിച്ച് വറക്കൽ നിർത്തി കേട്ടോ. എന്നും അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ഞാൻ മെല്ലെ കൊണ്ടുപോയി സോപ്പിട്ട് റെഡിയാക്കിയപ്പോൾ കുടു ഓക്കെ ആയി കേട്ടോ. അവനെന്ന് പറഞ്ഞാൽ അവന് അത്രയും കുഞ്ഞതിലേ അതായത് 2 വയസ്സായപ്പോഴത്തേക്കും അവൻ അംഗനവാടി പോകാൻ തുടങ്ങിയതല്ലേ. അപ്പം അന്ന് മുതൽ അവൻ പോകുന്നതുകൊണ്ട് തന്നെ അവനത് ശീലമാണ് പോകുന്നത്. അങ്ങനെ ഒരു ബുദ്ധിമുട്ടാക്കിയിട്ടൊന്നുമില്ല കേട്ടോ. പക്ഷേ ഇന്നും കുളി കഴിഞ്ഞ് വന്നപ്പോൾ കുടു ഇന്നും കരച്ചിലാണേ. ഈ നിക്കറിനെ ചൊല്ലി എന്നും കരച്ചിൽ തന്നെയാട്ടോ. ഈ നിക്കർ എന്നല്ല, വേറെ ഏത് നിക്കർ ഇട്ടാലും കുടുവിന് കരച്ചിലാണ് കേട്ടോ. കുടുവിന് എന്നും ജീൻസിൻ്റെ നല്ല പുതിയ നിക്കർ വേണം. നടക്കുന്ന കാര്യം വല്ല ആണോ കുടു പറയണേന്ന് ചോദിക്കും കേട്ടോ. കുടു കരയും, എന്നാലും കുടു കരയും. ഇന്നും വഴക്കുണ്ടാക്കി കേട്ടോ. ഇന്ന് അംഗനവാടി പോകുമ്പോൾ ഇന്ന് കുടുവിൻ്റെ അംഗനവാടി പ്രവേശനോത്സവമാണ്. അപ്പം കുടുവിന് ജീൻസ് മതി അവസാനം പാൻറ് ഇട്ട് കൊടുത്തപ്പോഴും കുറച്ച് നേരം ചിണുങ്ങി, പിന്നെ എന്താണെങ്കിലും സമാധാനമായി കേട്ടോ. അങ്ങനെ പിന്നെ ഇതാ ചോറൊക്കെ പാത്രത്തിലാക്കുന്നുണ്ട്. ചോറ് പാത്രത്തിലാക്കി പോവാൻ തയ്യാറെടുപ്പാണ് കേട്ടോ. അപ്പം ഇതാർക്കാണ് ചോറ് പാത്രത്തിലാക്കുന്നതെന്ന് വിചാരിക്കേണ്ട കേട്ടോ, സോഫി ചേച്ചിയാണ്. കാരണം തലേ ദിവസം എനിക്ക് ഭയങ്കര വയറുവേദനയാണ്, പീരീഡ്സ് ആയതിൻ്റെ ഒരു ബുദ്ധിമുട്ടും വേദനയൊക്കെ ആയിരുന്നു കേട്ടോ. എനിക്കൊന്നിനും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പറയാതെ തന്നെ സോഫി ചേച്ചി എനിക്ക് ചോറ് കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് അന്ന് എനിക്ക് ചോറ് കൊണ്ടുപോകേണ്ടി വന്നില്ല. അപ്പം എന്ത് ചെയ്തു, ആ സോഫി ചേച്ചീൻ്റെ ചോറും ഞാൻ പറഞ്ഞു പിറ്റേ ദിവസം ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് അന്ന് ചേച്ചിക്ക് ഞാനാട്ടോ ചോറ് കൊണ്ടുപോയത്. അപ്പം ഞങ്ങൾ ചെമ്മീൻ്റെ കറിയൊക്കെ പാത്രത്തിലാക്കി. പിന്നെ മുളക് എന്നിട്ട് ഞാനിങ്ങനെ വറുത്തെടുത്തു കേട്ടോ. കുളി കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് മുളക് വറുത്തെടുത്തത്. അപ്പോൾ ഇത് സെക്കൻഡ് ഡേ ആണ്. ഫസ്റ്റ് ഡേ അല്ലേ നമുക്ക് പെയിൻ ഉണ്ടാവുള്ളൂ. സെക്കൻഡ് ഡേ ആകുമ്പോഴത്തേക്കും നമ്മൾ എനർജറ്റിക് ആവും. ഫസ്റ്റ് ഡേ ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട പണികളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ കിച്ചണിൽ അധികം ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ രാവിലെ. സോറി കേട്ടോ, സൗണ്ട് എന്തോ ഒരു ബുദ്ധിമുട്ടായിപ്പോയി. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ഇന്നേക്ക് നമുക്കൊരു ആശ്വാസം വരുമല്ലോ. അങ്ങനെ അപ്പമായി കറിയായി, ഞങ്ങൾ ചായ കുടിക്കാനിരുന്നു കേട്ടോ. എൻ്റെ തമ്പുരാനെ, ഇന്നത്തെ പിണക്കം എന്തിനാണെന്നറിയോ? ഇതിടണം. ഞാൻ ഈ ചുരിദാർ ഇടാനെന്നും പറഞ്ഞിട്ടാണ് ഇന്ന് കരച്ചില്. ഞാനിത് ഇട്ടുപോയി, ഈ ചുരിദാർ ഇട്ടുപോയി. അപ്പം ഇനി ദൂരൻ്റെ കൊടു എന്ന് പറഞ്ഞിട്ട് സമയമില്ല, കൊടു പോകണം, നേരം പോയതൊക്കെ ഞാൻ പറയുന്നുണ്ട്. പക്ഷെ അവന് ഇത് ഇടണം. ഞാൻ പോകുമ്പോൾ മാറ്റാം കേട്ടോ, പോകുമ്പോൾ മാറ്റാം. ചായ കുടിച്ചിട്ട് മാറ്റാം. എന്താ അത്? വേഗം ഇരിക്കി, സമയം പോയി. എന്നിട്ട് 1 2 3 ഒരു കഷ്ണം തിന്നു നോക്കിയിട്ടല്ലേ നല്ലതാണോന്ന് പറയില്ല. അമ്മ വായിലിട്ട് തരാം. ഇന്ന് അപ്പം നന്നായില്ല കേട്ടോ. കാരണം ഇന്നലെ ചോറില്ലായിരുന്നു കൂട്ടാൻ, ചോറ് കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല. അത് കാരണം
റെഡി 1 2 3 സ്റ്റാർട്ട്. അപ്പം നന്നായില്ലോ. അപ്പം നന്നായില്ലേ പിന്നെ അന്നത്തെ ദിവസം ഒന്നും നന്നായില്ല. പക്ഷേ ചെമ്മീൻ കറി നല്ല അടിപൊളി കേട്ടോ. മാങ്ങ ഇട്ടിട്ട് ഞാൻ അത് കൂട്ടിയാ പറഞ്ഞു. ചിക്കൻ കറി ശേഷം എടുത്തു പക്ഷെ കൂടുന്നില്ല. കൂടും ഈ കറി കൂട്ടിയ കൂടും ചെമ്മീൻ്റെ വേണ്ട. തലേദിവസം ഞങ്ങൾ വാങ്ങിയ 100 രൂപ കേസ് ചിക്കൻ വാങ്ങിയിരുന്നു. അപ്പോൾ ചിക്കൻ കറീൻ്റെ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അപ്പത്തിന് കൂട്ടാന്ന് വെച്ചാൽ എടുത്തായിരുന്നു. പക്ഷേ ചെമ്മീൻ കറി വെച്ചത് നല്ല രുചി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പത്തിന് കൂട്ടാനും രുചി ഉണ്ടായിരുന്നു, ചോറിന് കൂട്ടാനും രുചിയുണ്ട്. നല്ല കറിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ചെമ്മീൻ, ഉണക്ക ചെമ്മീൻ എല്ലാവരും വെക്കുന്നതൊക്കെ തന്നെയായിരിക്കും, ആരും വെക്കാത്തതൊന്നുമല്ല. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ ചായ കുടിച്ചു കേട്ടോ. മോനുസും ആദ്യകൂട്ടനും ഇല്ലെങ്കിൽ ഞങ്ങൾ രണ്ടാളും മാത്രമേ ഉള്ളൂ. പിന്നെ ചേട്ടായി അതിരാവിലെ പോവും. ചില ദിവസം ചായ കുടിച്ചിട്ട് പോകും, ചില ദിവസം വേണ്ടാന്ന് പറയും, ചില ദിവസം കുടിക്കും, ചില ദിവസം പച്ചവെള്ളം കുടിച്ചിട്ട് പോകും. അങ്ങനെയൊക്കെ എന്താണോ അന്നത്തെ മോർണിംഗിലെ ഒരു ഇത് അതിനനുസരിച്ചാണ് കേട്ടോ. മിക്കവാറും കഴിച്ചിട്ട് പോവും. ഇഷ്ടമുള്ള അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത ഒക്കെയാണ് ഉണ്ടാക്കിയതെന്നുണ്ടെങ്കിൽ പിന്നെ കഴിക്കാൻ നിൽക്കില്ല കേട്ടോ. പക്ഷെ ആൾ അത്ര രാവിലെ ആകുമ്പോൾ അതുകൊണ്ടായിരിക്കും, ഒന്നാമത് അത്രയും മോർണിംഗിൽ പോകുമ്പോഴേ കഴിച്ചിട്ട് പോയി. കുടുവിൻ്റെ വർത്താനം പറഞ്ഞ് കുടുവിൻ്റെ അപ്പം പോയില്ല, കറി പോയായിരുന്നു കേട്ടോ. എന്തോ ഞങ്ങൾ രണ്ടാളും എന്തോ വർത്താനമൊക്കെ പറഞ്ഞതായിരുന്നു. അപ്പോൾ കുടുവിന് അപ്പം താഴെ വീണുപോയി. അങ്ങനെ പിന്നെ ഞാൻ എൻ്റെ കറി കൊടുക്കേണ്ടി വന്നു കേട്ടോ. അല്ലെങ്കിൽ ചിക്കൻ കറി വേണ്ടായിരുന്നു, ചെമ്മീൻ കറി തന്നെ മതിയായിരുന്നു കേട്ടോ. പിന്നെ നമ്മളെ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട്. ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ ഞാൻ 22 വയസ്സ് മുതൽ തന്നെ ജോലിക്ക് പോകുന്നതാണ്. അധ്യാപികയായിട്ട് ഒരുപാട് വർഷം അധ്യാപികയായിട്ട് തന്നെയാണ് പോയത്. എത്ര വർഷം എന്ന് വെച്ചാൽ ഇപ്പം 10 വർഷത്തിന് മേലെ അധ്യാപികയായിട്ട് തന്നെ പോയി. അതിനിടയിൽ പല ജോലികളും ചെയ്തു. പിന്നെ ഇപ്പം എന്ന് പറഞ്ഞാൽ കുടു ചെറുതായപ്പോൾ കുടുവിനെ പ്രഗ്നൻ്റ് ആയ സമയത്ത് നിർത്തിയതാണ്. കുടുവായി, അവന് ഇപ്പോൾ കുഞ്ഞാണ്, അംഗനവാടിയിലാണ്. ഇനിയിപ്പം എവിടെയെങ്കിലും കയറണമെങ്കിൽ ഞാൻ BEd ആയിരുന്നു കഴിഞ്ഞത്. അപ്പോൾ കേട്ടറ്റ് എക്സാമും കാര്യങ്ങളും, കേട്ടറ്റ് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ വീടും ചുറ്റുപാടും കാര്യങ്ങളുമായി പഠനമായി ടച്ച് വിട്ടതിന് ശേഷം അതിലേക്ക് അങ്ങോട്ട് എത്താൻ എനിക്ക് പറ്റിയില്ല കേട്ടോ. അപ്പോൾ അതൊരു ആഗ്രഹമുണ്ട്, എഴുതിയെടുക്കണം. പിന്നെ നമുക്ക് സൗണ്ടിന് എനിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. നമ്മൾ ഒരുപാട് ക്ലാസ് എടുക്കുന്ന സമയത്തൊക്കെ എനിക്കുള്ളൊരു ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ, സൗണ്ട് പോവാന്നുള്ള പ്രശ്നം. അപ്പോൾ അന്നൊക്കെ ഇങ്ങനെ മരുന്നും കാര്യങ്ങളുമായിട്ട് പോവും. സ്കൂളിൽ പോയി വന്നു കഴിഞ്ഞാൽ പിന്നെ രാത്രിയാകുമ്പോൾ സൗണ്ട് ഉണ്ടാവില്ല. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഇങ്ങനെ ചെറിയൊരു സ്കാൻ ചെയ്തപ്പോൾ ചെറിയ മുഴകളുണ്ടെന്ന് പറഞ്ഞ് പിന്നെ ഒന്നുകൂടെ സ്കാൻ ചെയ്യണമെന്നൊക്കെ പറഞ്ഞെങ്കിൽ നമ്മൾ അതിൻ്റെ പുറകെ ഒന്നും പോയില്ല കേട്ടോ. അതിന് നമുക്ക് ഇപ്പം മൈക്കും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം. പക്ഷേ നമ്മളെ വീട്ടിലെ സാഹചര്യവും കുടുംബത്തിൻ്റെ ചുറ്റുപാടും സിറ്റുവേഷനും കാര്യങ്ങളെല്ലാം മാറിയപ്പം ഒരു ജോലി അത്യാവശ്യമാണെന്നുള്ളൊരു അവസ്ഥ വന്നപ്പം നമ്മൾ ഏത് ജോലിയും ചെയ്യാൻ വില്ലിങ് ആയതുകൊണ്ടും ഞാനങ്ങനെ എല്ലാ ജോലിയും ഓഫീസ് വർക്കും എല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ലക്ഷ്യങ്ങളൊക്കെ കെട്ടിവെച്ച് മാനേജ്മെൻറ്റ് സ്കൂളുകളിലൊക്കെ പോകാനുള്ള സാമ്പത്തിക ശേഷി നമുക്കില്ല കേട്ടോ. നമ്മൾ സാധാരണ കുടുംബമാണ്. അപ്പോൾ നമുക്ക് പൈസ കൊടുത്ത് കയറാൻ നിവർത്തിയില്ല. പിന്നെ PSC ആണ്. PSC ഒക്കെ നമ്മൾ ഇരുന്ന് എഫേർട്ട് എടുത്ത് പഠിക്കുകയാണെങ്കിൽ എത്തും. ഇരുന്ന് പഠിക്കാനുള്ള ഒരു എന്താ പറയുക, ആ ഒരു മാനസികാവസ്ഥയില്ല. കഴിയുമെന്ന് എനിക്ക് തോന്നി, പറ്റുന്നുണ്ടായിരുന്നില്ല. പലവട്ടം ശ്രമിച്ചു. പക്ഷേ പലപ്പോഴും പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഇപ്പോഴും നടക്കുന്നുണ്ട് ശ്രമം. പക്ഷേ എനിക്കറിയില്ല എവിടെ എത്തും എന്നുള്ളത്. എത്തിയാലെത്തട്ടെ, ഇല്ലെങ്കിലും ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കാം അവസാനം വരെ. അപ്പോൾ അങ്ങനെ എല്ലാവരും എല്ലാ വീഡിയോയിലും ചോദിക്കാറുണ്ട് എന്താണ് ജോലി. ഇപ്പം ഞാൻ ചെയ്യുന്ന ജോലി എന്താണെന്ന് വെച്ചാൽ പുകപരിശോധന കേന്ദ്രത്തിലാണ് കേട്ടോ. വാഹനത്തിൻ്റെ പുക പരിശോധിക്കുന്ന ഒരു ഓഫീസുണ്ട് നമ്മളെ നാട്ടിൽ തന്നെ. വീടിനോടടുത്ത് കുറച്ച് ദൂരം, ഒരു 5-10 മിനിറ്റ് ദൂരം പോയാൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ ചായ കുടിയെല്ലാം കഴിഞ്ഞതാ, ലൈറ്റെല്ലാം ഓഫാക്കി വാതിലടച്ച് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് മക്കൾ കൂടിയില്ല, ഞാനും കൂടും മാത്രമേ ഉള്ളൂ. അപ്പോൾ ജോലി എന്താണെന്ന് ചോദിക്കുന്ന എൻ്റെ കൂട്ടുകാരോട്, ഞാൻ പുകപരിശോധന കേന്ദ്രത്തിലാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്. നിലവിൽ എൻ്റെ ജോലിയിലേക്ക് തിരിച്ചു പോകണമെന്ന് ആഗ്രഹമുണ്ട്. നമുക്ക് ദൈവം സഹായിച്ചിട്ട് എന്തെങ്കിലും കഴിയുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഒരു മാർഗ്ഗം ഉണ്ടാവുമായിരിക്കും. പിന്നെയെന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലെയൊന്നും അല്ല കേട്ടോ, വിദ്യാഭ്യാസ മേഖല എന്ന് പറഞ്ഞാൽ പണ്ടത്തെ രീതിയേ അല്ല. സ്കൂളുകളിൽ, മാനേജ്മെൻറ്റ് സ്കൂളുകളിലൊക്കെ ആണെങ്കിലും അധ്യാപകർ അനുഭവിക്കുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ കൂലിപ്പണിക്കാർക്ക് എനിക്ക് തോന്നുന്നു അതിലും കൂടുതൽ ഇതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പല അധ്യാപകരും, പലരും എൻ്റെ സുഹൃത്തുക്കളായവർ പോലും അധ്യാപനം ഉപേക്ഷിച്ച് വേറെ എന്തെങ്കിലും ജോലിക്ക് പോകണമെന്ന് പറയുന്നവർ വരെ ഉണ്ട് കേട്ടോ.
എന്ന് വെച്ചിട്ട് എല്ലാ സ്ഥാപനങ്ങളിലും അങ്ങനെയാണെന്ന് പറയുന്നില്ല. ഒരുവിധം എല്ലാം തന്നെ ഇപ്പം ബിസിനസ്സായി മാറിയിരിക്കുന്നു. അതിലൊരു ഭാഗം എല്ലാവരും ആയിട്ടുണ്ട് കേട്ടോ. അപ്പം എന്ന് വിചാരിച്ചിട്ട് അതിനോടുള്ളൊരു ഇഷ്ടം മാറിയിട്ടൊന്നുമില്ല. നമുക്ക് ശ്രമിച്ചു നോക്കാം. അപ്പം അങ്ങനെ രാവിലത്തെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇതാ ഞങ്ങൾ ഇറങ്ങിയിട്ടോ, ഞാനും കൂടി ഇറങ്ങിയിട്ടുണ്ട്. താഴത്തമ്മേൻ്റെ വീട്ടിൽ നിന്ന് നേരെ വണ്ടി എടുത്തിട്ട് ഞങ്ങൾ ജോലിക്ക് പോകും കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് കരുതുന്നു. താങ്ക് യു സോ മച്ച്.